സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്ന ഒരു നിസ്സാരനെ പോലെ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. ബാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിവില്ലാതുള്ളവനായ ദൈവത്തെ അബ്രഹാം കണ്ടു ഓടിച്ചെന്ന് തിരുമുൻപാകെ വന്ദിക്കുകയും, കർത്താവെ, അവിടുത്തെ ദയാദൃഷ്ടിയിലുണ്ടെങ്കിൽ അവിടുത്തെ ദാസനെ വിട്ടു പോകരുതേ. അല്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ. വൃക്ഷത്തിന് കീഴിൽ വിശ്രമിച്ച അപ്പകഷ്ണങ്ങൾ എടുത്ത് ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസന്റെ അടുത്തുകൂടെ കടന്നു പോകുവാൻ ഇടയായല്ലോ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ മഹനീയതയ്ക്ക് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വദാസനായ അബ്രഹാം വിളമ്പിക്കൊടുത്ത വിസ്മയകരമാവതും ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായ സാറായും അവന്റെ സമ്പാദ്യങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവെ, തിരുമുൻപാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപം മൂലം ഈ നിന്റെ ദാസരുടെ ഭവനത്തെയും സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ഭവനത്തിനുള്ള നിവാസികൾക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇതിന്റെ ഭൃത്യരുടെ യാചന തിരുസന്നിധിയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിലെ നിവാസികൾ കുറ്റമില്ലാത്തവരായി തീർന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുൽമാലികൾ